PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തവർക്കാണ് ഞാൻ പറയാനുള്ളത്. അഥവാ 4 ഘട്ടമായി നടന്ന എക്സാമാണ് ഈ പ്രിലിംസ് എക്സാമില്ലേ. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലായിട്ടാണ് എക്സാം നടന്നത്. സെക്രട്ടേറിയറ്റ് OA എക്സാമിൻ്റെ ഡേറ്റ് ആണെങ്കിലോ അടുത്തു. മെയ് 21-നാണ് 4 സ്റ്റേജായിട്ടാണ് പ്രിലിംസ് നടന്നത്. അപ്പോൾ അതിന് ഒരു നോർമലൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ടഫ്നെസ്സും സിമ്പിളായിട്ടുള്ള എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് ഒരു നോർമലൈസേഷൻ നടത്താനുണ്ട് അവർക്ക്. അപ്പോൾ അതെല്ലാം നടത്തി ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ഈ മാസം ലാസ്റ്റോടു കൂടി ഉണ്ടാവും കേട്ടോ. അഥവാ മാർച്ച് ലാസ്റ്റോടു കൂടി ഷോർട്ട് ലിസ്റ്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നോർമലൈസേഷൻ ചെയ്ത് അഥവാ നിങ്ങൾക്ക് ചിലപ്പം ടഫ്നെസ് എക്സാം ആയിരിക്കും നടന്നത്. അതിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്ക് നോർമലൈസേഷൻ നടത്തിയിട്ടാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം പഠിക്കാൻ തുടങ്ങുക. മെയ് 21-നാണ് എക്സാം. ഇത് പ്രിലിംസ് പോലെ അല്ല എക്സാം, LD ലെവലിലാണ്. ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉള്ളതുകൊണ്ട് ഇനിയെങ്കിലും കറക്റ്റായിട്ടൊന്ന് പഠിക്കാൻ തുടങ്ങുക. പഠിക്കുന്നവരാണെങ്കിൽ ദിവസവും മോഡൽ എക്സാം ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കണേ. അപ്പോൾ അതിനുള്ളൊരു ഗുണം എക്സാം ഹാളിൽ കിട്ടും. അപ്പോൾ ദിവസവും മോഡൽ എക്സാം ഒരു 2 മണിക്ക് എക്സാം തുടങ്ങുകയാണെങ്കിൽ ആ ഒരു 1.5 മണിക്കൂർ എക്സാം ആയിട്ട് മാറ്റി വെക്കണേ. എത്ര തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു 1.5 മണിക്കൂർ മോഡൽ എക്സാമിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിനുള്ളൊരു ഇത് നമുക്ക് റിസൾട്ട് എക്സാം ഹാളിൽ ഉറപ്പായും കിട്ടും. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OA പറയുന്നത് 1.5 ഇയർ കഴിഞ്ഞ വർഷം 1.5 ഇയർ കൊണ്ട് കഴിഞ്ഞൊരു ലിസ്റ്റാണ്. ഇപ്പം നിലവിൽ ആ ലിസ്റ്റിൽ തന്നെ 336 നിയമനം ഉണ്ട്, പക്ഷേ ലിസ്റ്റില്ല. അപ്പോൾ ആ 336 വേക്കൻസിയും നിലവിൽ വരാൻ പോകുന്ന എക്സാമിനുള്ളതാണ്. അപ്പോൾ ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. വമ്പൻ ചാൻസാണിത്, ആരും വിട്ട് കളയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സാം മസ്റ്റായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല, നമ്മൾ പഠിച്ചത് കുറച്ചാണെങ്കിലും ദിവസവും മോഡൽ എക്സാം ചെയ്യുക. സിലബസ് എടുത്ത് വെച്ച് നോക്കുക. നമുക്ക് കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ മോഡൽ എക്സാം ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സമയം മാനേജ്മെൻറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഒരു എക്സാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്ന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ എക്സാം ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് അറിയും. അപ്പോൾ മാക്സിമം ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 45 ദിവസം ഇനി ഉള്ളൂ എക്സാമിനായിട്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAന് വേണ്ടിയിട്ട് നന്നായി പഠിച്ച ഒരു LD ലെവലിലുള്ളൊരു എക്സാമാണ്. ഏതൊരു 10th പാസ്സായവർക്കും ജയിക്കാൻ കഴിയുന്നൊരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദിവസം ഒരു മോഡൽ എക്സാം വെച്ച് ചെയ്യുക. മോഡൽ എക്സാം ചെയ്യുമ്പോൾ OMR തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. OMR ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ മോഡൽ എക്സാം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവുകൾ കുറയ്ക്കാനും നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഇനി കവർ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ മാത്സൊക്കെ എളുപ്പം ചെയ്ത് കഴിയാനും ഈ OMR കൂടി സാധിക്കുന്നതാണ്. എനിക്ക് സാധിച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ റിസൾട്ട് ഈ മാസം ലാസ്റ്റ് ഉടനെ ഉണ്ടാകും. അപ്പോൾ പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. എക്സാമുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ശീലിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്